നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമിനേഷന് അടുത്തു. ഡിസംബർ 8 നമ്മുടെ എക്സാമിനേഷൻ നടക്കും. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 12 13 ദിവസം മാത്രമാണ് എക്സാമിനേഷൻ ഉള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാം പാസ്സാവാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇതുപോലത്തെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വീണ്ടും കണ്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ഞാൻ ഇവിടെ കുറച്ച് പോയിന്റുകൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റുകൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒരു പ്ലാനോട് കൂടി പ്രോപ്പറായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം പാസ്സാവും. അപ്പോൾ എന്താണ് ആ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്, ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ സ്പോൺസർ ഉണ്ട്. ഞാൻ ആ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അൺഅക്കാഡമി CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഈ വരുന്ന സെപ്റ്റംബർ 24. ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, ആ ബാച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തരാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഈ ബാച്ചുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സിന്റെ പേരും അവരുടെ ഡീറ്റെയിൽസും അവർ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സുകൾ വളരെ ലൈവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും. അതിനുശേഷം ഈ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വിത്ത് നോട്ട്സ് ആയിരിക്കും, നോട്ട്സിൻ്റെ ആക്സസോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്യാനോട് പ്രത്യേക സെഷൻസ് കാണും. PDF അപ്ഡേറ്റഡ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, അതായത് നമ്മുടെ RTP MTP ഒക്കെ പ്രാക്ടീസ് ഈ ഒരു സെഷനിൽ കാണും. അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കിട്ടുക. ക്ലാസ്സിൻ്റെ ഒരു പാറ്റേൺ, അതായത് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതായത് നവംബറിൽ ക്ലാസ്സസ് ആയിരിക്കും. നവംബർ മുതൽ അങ്ങോട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ RTP MTP പ്രാക്ടീസ്, ഏപ്രിലിൽ വന്നിട്ട് ക്യൂക്ക് റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. ലാസ്റ്റ് ജൂണിന് തൊട്ട് മുന്നേ 1 ഡേ റിവിഷൻ ബാച്ച്, എക്സാമിന് തൊട്ട് മുന്നേ 1 ഡേ റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. അൺഅക്കാഡമിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുക. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു തരാം. 3 ടൈപ്പ് ഓഫ് പ്ലാനുകളാണുള്ളത്. ഒരു 6 month, 12 month, 24 months എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് പ്ലാനുകളാണുള്ളത്. മന്ത്ലി പേയ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ടിന് മുകളിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് സ്ക്രീനിൽ കാണുന്ന സാഗർ 45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുക. സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഇത് ഈ ഒരു കോഴ്സിന് മാത്രമല്ല, എന്ത് കോഴ്സ് സെലക്ട് ചെയ്താലും അൺഅക്കാഡമിയിലെ എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ CA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സ്കീം ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി സ്ക്രീനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ട കാര്യം, ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഞാൻ എപ്പോഴും ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്. നമ്മൾ ഈ പറയുന്നതൊന്നും റാങ്ക് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ഒരു 75 അല്ലെങ്കിൽ 80 എബോ ഒക്കെ പ്രതീക്ഷിച്ച് അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പോലുള്ള ആൾക്കാർക്ക്, അതായത് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ഉഴപ്പിയിട്ടുണ്ട്, അത്യാവശ്യം ചെയ്യേണ്ട തരിയുടെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ CMA പാസ്സാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായാലും മതി, നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തണം, അങ്ങനെയൊക്കെ. അതായത് കുറച്ചൊക്കെ വിടായപ്പോഴും കുറച്ച് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ, അതായത് അവർ എയിം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 100% ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബോധ്യം നമുക്ക് വേണം. കാരണം അത് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യണമായിരുന്നു. ഒരു 6 മാസം മുന്നേ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഇനി നിങ്ങൾ എത്രത്തോളം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലും, എത്രത്തോളം ഫാസ്റ്റായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും, റിവൈസ് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും നമുക്കൊരു 80 to 90% ടോപ്പിക്കുകൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ. അത് മതി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തൊരു സർട്ടൺ ടോപ്പിക്ക് കാണും, അത് നമ്മുടെ വീക്ക് പോയിന്റ് ആണെന്ന് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ കവർ ചെയ്യുന്നത് ഒരു 80 to 90% ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ എക്സാമിനേഷൻ്റെ തലേന്ന് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കൂട്ടുകാർ വിളിച്ചിട്ട് പറയും, അളിയാ ഇവിടെ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, സൂപ്പറാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എന്തായിട്ടും വരും, നീ പഠിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും. ചിലപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്ത ടോപ്പിക്കിൽ നിന്നായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. എക്സാം ഹാളിന് കയറുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ദിവസം മുന്നേ ഒക്കെ ഒരു വേറെ ടോപ്പിക് ഉണ്ട്, അത് പഠിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ടെൻഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നോട്ട് ടോപ്പിക്സ് ഏർലി ബിഫോർ ദി എക്സാമിനേഷൻ. എക്സാമിനേഷന് തൊട്ട് മുന്നേ നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുകയോ അതൊന്നും വലിയ സീനാക്കി വെക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലാവേണ്ട കാര്യം, ഞാനൊരു 70 to 80 അല്ലെങ്കിൽ 70-90% ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട്, അതേ നമ്മുടെ കയ്യിലുള്ളൂ, അത് മതി. അതുകൊണ്ട് നമുക്ക് പാസ്സാവാൻ പറ്റുമോ? ഉറപ്പായിട്ടും പാസ്സാവും. ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ, ഇനിയുള്ള ഒരു 15 ദിവസം സ്റ്റേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ഉപരി നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 80-90 അല്ലെങ്കിൽ മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്യുക. എത്ര കവർ ചെയ്യാൻ പറ്റും അത്രയും കവർ ചെയ്യുക. 100% എന്തായാലും കവർ ചെയ്യാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം ഇനി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്റ്റ് മിനിമം പഠിക്കണം. ഞാൻ മിനിമം ആണ് പറയുന്നത്, മാക്സിമം എത്ര പഠിക്കാൻ പറ്റും അത്രയും പഠിക്കാം. മിനിമം നിങ്ങൾ 2 സബ്ജക്റ്റ് പഠിക്കണം. 2 ഗ്രൂപ്പാണെങ്കിൽ മിനിമം നിങ്ങൾ 4 സബ്ജക്റ്റ് വെച്ച് പഠിക്കണം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രാക്ടീസ് MCQ ഡെയിലി. കാരണം 40 മാർക്കിനാണ് നമുക്ക് MCQ ചോദിക്കുന്നത്. 40 മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്കിന് MCQ ആയിരിക്കും. ബാക്കി ഒരു 20 മാർക്കിന് എന്തായിരിക്കും? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും.
അങ്ങനെ 40 മാർക്കിന് MCQ നമുക്ക് ചോദിക്കാം. ഈ MCQ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ആകെ ഉള്ളത് 100 മാർക്കാണ്. ഈ 100 മാർക്കിൽ ഇൻഡിവിജ്വലി സബ്ജക്റ്റ് പാസ്സാവാൻ നമുക്ക് വേണ്ടത് 40 മാർക്കാണ്. ടോട്ടൽ അഗ്രിഗേറ്റ് ഒരു ഗ്രൂപ്പിന് വേണ്ടത് 200 മാർക്കാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ കോൺട്രിബ്യൂഷൻ 50 മാർക്കാണ്. ഈ 50 മാർക്കായിരിക്കണം നമ്മുടെ മനസ്സിലുള്ള ടാർഗറ്റ്. ഓക്കെ, അതായത് 50 മാർക്ക് നിങ്ങൾ നേടണം. ഒരു സബ്ജക്റ്റിൽ നിന്ന് മിനിമം കോൺട്രിബ്യൂഷൻ 50 മാർക്ക് നേടണം. 50 മാർക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരു 70 മാർക്കിനെങ്കിലും കറക്റ്റ് ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. 70 മാർക്കിന് പക്കായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഈ 40 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 10 മാർക്കേ ഉള്ളൂ. പ്രാക്ടിക്കൽ പ്രോബ്ലംസും തിയറി എല്ലാം കൂടെ ചേർത്ത് ഒരു 10 മാർക്ക് കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സബ്ജക്റ്റ് 50 മാർക്ക് വെച്ച് ഗ്രൂപ്പിന് 200 മാർക്ക് വാങ്ങി പാസ്സാവാൻ പറ്റും. അപ്പോൾ MCQ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. MCQ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് അൺഅക്കാഡമിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും രാവിലെ MCQ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. വെറുതെ MCQ പ്രാക്ടീസ് അല്ല, MCQ കോമ്പറ്റീഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു കാര്യമില്ല. അതായത് നമ്മൾ കുറേ MCQ ഒരു 10 100 അല്ല 10 200 ഓളം MCQs നമ്മൾ കൊണ്ടുവരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും MCQs നമ്മൾ കൊണ്ടുവരും. MCQ നമ്മൾ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഡിസ്കസ് ചെയ്യും. ഫ്രീ ക്ലാസ് ആണ്, ഫ്രീ സെഷൻസ് ആണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അത് പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കയറിയാൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അതൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ കാണിക്കും, ഈ 15 സെക്കൻഡ് ടൈമർ കൂടും. ആ 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അവിടെ അപ്ലോഡ് ആവും. ഓക്കെ, അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കറക്റ്റ് ആൻസർ ചെയ്ത ആൾക്കാർക്ക് എല്ലാ ദിവസവും 100 രൂപ ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക. നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, ഭാഗ്യം ഉണ്ടെങ്കിൽ പൈസ ഏൺ ചെയ്യാനും പറ്റും. ഇത് രസമല്ലോ, ഒരു അപ്രീസിയേഷൻ അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് രസകരമായിട്ട് പഠിക്കാം. 40 മാർക്ക് എന്തായാലും നമ്മൾ സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡെയിലി MCQ പ്രാക്ടീസ് ചെയ്യുക. MCQ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ മെത്തേഡ്, എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് MCQs വർക്കൗട്ട് ചെയ്യാം. ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട്. അത് മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യം ഇലുസ്ട്രേഷൻസ് എല്ലാം പക്കയായിട്ട് ചെയ്യണം. കാരണം ഓരോ പ്രൊവിഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇലുസ്ട്രേഷൻസിലുള്ളത്. ഓരോ ഇലുസ്ട്രേഷൻസും ഡീൽ ചെയ്യുന്ന കണ്ടന്റ് വേറെയാണ്. അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് എല്ലാ ഇലുസ്ട്രേഷൻസും മാക്സിമം ചെയ്യാം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പറ്റുന്നത് അത്രയും ചെയ്യുക. എല്ലാം ചെയ്യാൻ പറയില്ല, കാരണം ഇനി സമയമില്ല നമുക്ക് എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അതുപോലെ RTP റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, MTP മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബിഗ് ക്വസ്റ്റ്യൻസ് കാണും, സ്കാനേഴ്സ് കാണും. ഇതിലൊക്കെ ഉള്ള മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ജസ്റ്റ് ഇനി എല്ലാം ഓരോന്ന് 3 മണിക്കൂർ എടുത്ത് എക്സാം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. MCQs ഉണ്ട്, ഇത്ര കാര്യങ്ങൾ, ഇത് എനിക്കറിയാം, ഇതറിയാം, ഇതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ടൈം മാനേജ്മെന്റ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. നമ്മൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇനി 15 ദിവസമുള്ളതിന് 15 ദിവസം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനോടൊപ്പം പഠിക്കുകയും കൂടി ചെയ്യാം. അല്ലാണ്ട് ഫുൾ ടൈം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മെന്റൽ ഹെൽത്ത്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. നമുക്കൊരു ഹെൽത്ത് വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നമുക്ക് എന്റർടൈൻമെന്റ് വേണം, റിലാക്സേഷൻ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, അതുപോലെ റിവിഷൻസ് കണ്ടക്ട് ചെയ്യുക. റിവിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു കണ്ടന്റ് പഠിച്ചു, പിറ്റേ ദിവസം പഠിക്കുന്നതിന് മുന്നേ ആദ്യത്തെ ദിവസം പഠിച്ച കണ്ടന്റുകൾ റിവൈസ് ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റ് മതി, ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇനി 3-ാം ദിവസം പഠിക്കുമ്പോൾ ആദ്യ ദിവസം പഠിച്ച കണ്ടന്റും 2-ാം ദിവസം പഠിച്ച കണ്ടന്റും തമ്മിൽ റിവൈസ് ചെയ്യാം. ഇത് നിങ്ങളൊരു സ്ഥിര റൊട്ടീനായിക്കോ പഠിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്തോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബെനിഫിറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് 10 ദിവസം നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ എക്സാം നടക്കുന്ന സബ്ജക്റ്റ് വേണം നിങ്ങൾ അവസാനം പഠിക്കാൻ. കാരണം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കും അതിന് വേണ്ടിയിട്ട്. ഇനി വെയിറ്റേജ് കമ്പൽസറി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. വെയിറ്റേജിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്ന നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ആ വെയിറ്റേജ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ. ഓക്കെ, അതുപോലെ ഫോർമാറ്റുകളൊന്നും ഒരുപാട് അങ്ങനെ പഠിക്കേണ്ട. കാരണം ഓൺലൈൻ എക്സാമാണ്, ഫോർമാറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതുപോലെ ഡെയിലി ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഉഴപ്പിയുള്ള പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ആവശ്യമുണ്ട്. ഈ വെയിറ്റേജ് എന്തായാലും നമ്മൾ കമ്പൽസറി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് 20 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. എക്സാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. മര്യാദയ്ക്ക് ഫുൾ ടൈം പഠിക്കുകയൊന്നും വേണ്ട. അതിൻ്റെതായ രീതിയിൽ കുറച്ച് സമയം കൊടുത്ത് എല്ലാത്തിനും സമയം എടുത്തിട്ട് മര്യാദയ്ക്ക് പഠിക്കുക. എക്സാം പാസ്സാവാം. റൂമേഴ്സ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എക്സാം പോസ്റ്റ്പോൺ ചെയ്യും, എക്സാം ക്യാൻസൽ ചെയ്യും, എക്സാമിന് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് ഞാൻ തരും. ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം തരും. ടെൻഷൻ അടിക്കേണ്ട. ഇതുവരെ ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താ? December 8 നമ്മുടെ മിഷൻ. December 8 നമ്മുടെ എക്സാം തുടങ്ങും. അതിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക. വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. റൂമേഴ്സിനെ വേണ്ടിയിട്ടൊന്നും ബോധർ ചെയ്യണ്ട. നമുക്ക് എന്താണോ നടക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ബെസ്റ്റ് ഓഫ് ലക്ക്, ഹാപ്പി സ്റ്റഡീസ്, നന്നായിട്ട് പഠിക്കുക. ഇനി വേറെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ CMA പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരു ചെറിയ ഒരു മോട്ടിവേഷൻ, എക്സാം പാസ് ആവാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതായിക്കോട്ടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, റീച്ച് എത്തിക്കുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.